സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടോപ്പിക്ക് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ന്യൂമറിക്കൽ മെത്തേഡാണ് രഞ്ജിക്കുട്ട മെത്തേഡ്. ഇപ്പോൾ രഞ്ജിക്കുട്ട മെത്തേഡ് എന്നുള്ളതിൽ ദർ ആർ ഡിഫറെൻറ്റ് രഞ്ജിക്കുട്ട മെത്തേഡ്സ്. അതിൽ മെയിനായിട്ട് സെക്കൻഡ് ഓർഡർ മെത്തേഡ്, ദെൻ ഫോർത്ത് ഓർഡർ മെത്തേഡാണ് ഇപ്പോൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ അതിൽ വി ആർ ടേക്കിംഗ് ദി രഞ്ജിക്കുട്ട മെത്തേഡ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ രഞ്ജിക്കുട്ട മെത്തേഡ് എന്നുള്ളത് ഈ മെത്തേഡ് പറഞ്ഞതിന് നമ്മൾ യൂളർ മെത്തേഡ് ഒന്ന് ഓർമ്മ വെക്കുകയാണ്. ഓയിലർ മെത്തേഡ് എന്ന് പറയും. ഓയിലർ എന്നാണ് ആക്ച്വലി ഇത് വായിക്കേണ്ടത്, ഓയിലർ എന്നാണ് വായിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓയിലേഴ്സ് മെത്തേഡ് എന്നുള്ളത് ഈസ് ലെസ് എഫിഷ്യൻറ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓയിലേഴ്സ് മെത്തേഡിൽ നമുക്ക് ഒരു ഇൻ്റർവെൽ x0 y0യിൽ നിന്ന് x1 y1ലേക്ക് പോകുന്ന സമയത്ത് വി വിൽ ടേക്ക് ദി വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ dy/dx എന്നുള്ള ആ ഡിഫറൻഷ്യലിൻ്റെ വാല്യൂ എടുക്കുന്നുണ്ടാവും. വി വിൽ ടേക്ക് ദ വാല്യൂ ഓൺലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇൻ്റർവെൽ. ആ ഇൻ്റർവെലിൻ്റെ ബിഗിനിങ്ങിലുള്ള വാല്യൂ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു അത് എത്രത്തോളം എഫിഷ്യൻ്റ് അല്ല, പ്രാക്ടിക്കലി അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം അതിൽ ഓയിലേഴ്സ് മെത്തേഡിൽ നല്ല ആക്യുറേറ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് സൈസ് h എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി വെരി സ്മാൾ. അപ്പോൾ വളരെ സ്മാൾ ആണെങ്കിൽ എന്തെങ്കിലും നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് വളരെ സ്ലോ ആണ് ആ പ്രോസസ്സ്. അപ്പോൾ ഓയിലേഴ്സ് മെത്തേഡ്, അതുപോലെ തന്നെ ഓയിലേഴ്സ് മെത്തേഡിലെ എറർ എന്നുള്ളത് ഗ്ലോബൽ എറർ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പ് പോകുന്ന സമയത്ത് എറർ ഇങ്ങനെ കൂടി വരും. ഓരോ സ്റ്റെപ്പിലും എറർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ എററുകളുടെ സമ്മാണ് ആക്ച്വലി ഗ്ലോബൽ എറർ എന്ന് പറയുക. ലോക്കൽ എറർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന എററാണ് ലോക്കൽ എറർ. രണ്ട് എററും വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ എററാണ്. ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്, ഓയിലേഴ്സ് മെത്തേഡിൽ ഗ്ലോബൽ എറർ എന്നുള്ളത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്റ്റെപ്പ് സൈസ് h. അത് hന് പ്രൊപ്പോർഷണലാണ്. സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ എററും ഡിക്രീസ് ചെയ്യും. സ്റ്റെപ്പ് സൈസ് ആൾറെഡി വളരെ സ്മാൾ ആയിരിക്കും, 0.1 0.01 എന്ന ലെവലിൽ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് സൈസിന് പ്രൊപ്പോർഷണലായിട്ടാണ് ഗ്ലോബൽ എറർ വരുന്നത്. രഞ്ജിക്കുട്ട മെത്തേഡ്സ് എന്നുള്ളത് ഈ രണ്ട് കാര്യത്തിൽ, അതായത് ഒന്ന് എറർ വളരെ കൂടുതലാണ് ഓയിലേഴ്സ് മെത്തേഡ്, പിന്നെ വളരെ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എച്ചിൻ്റെ സ്റ്റെപ്പ് സൈസ് കുറക്കണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ ലിമിറ്റേഷൻ എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും രഞ്ജിക്കുട്ട മെത്തേഡ് എന്നുള്ളത്. രഞ്ജിക്കുട്ട മെത്തേഡ് എന്നുള്ളത് ഇറ്റ് ഈസ് ഫാർ മോർ സുപ്പീരിയർ ദാൻ ഓയിലേഴ്സ് മെത്തേഡ്. വളരെ ആക്യുറേറ്റ് റിസൾട്ടാണ് രഞ്ജിക്കുട്ട മെത്തേഡ് തരുന്നുണ്ടാവുക. അപ്പോൾ രഞ്ജിക്കുട്ട മെത്തേഡിൽ തന്നെ പല മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ മെത്തേഡാണ്. അപ്പോൾ ഓയിലേഴ്സ് മെത്തേഡ് എന്നുള്ളത് ഇറ്റ് അഡ്വാൻസസ് ദ സൊല്യൂഷൻ ഫ്രം xn to xn+1. അതായത് ഒരു ഇൻ്റർവെലിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇൻ്റർവെലിൻ്റെ എൻഡിലേക്കുള്ള വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് determined using the derivative at the beginning of the interval. ആ ഇൻ്റർവെലിൻ്റെ ബിഗിനിങ്ങിലുള്ള ഡെറിവേറ്റീവ് ആക്കിയാണ് എടുക്കുന്നത് ഓയിലേഴ്സ് മെത്തേഡിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ആ ഒരു സ്മോൾ ഇൻ്റർവെല്ലിൽ എല്ലായിടത്തും ഒരേ വാല്യൂവിലെ ഡെറിവേറ്റീവ് വരുന്നുണ്ടാവാം. ഓയിലേഴ്സ് മെത്തേഡ് അനുസരിച്ച് ആ ഡെറിവേറ്റീവിൻ്റെ ഇനീഷ്യൽ വാല്യൂ എടുത്തിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ആ ഇൻ്റർവെൽ ഫുള്ളായിട്ട് അതാണെന്ന് അസ്യൂം ചെയ്തിട്ട്. രഞ്ജിക്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡിൽ വി വിൽ ടേക്ക് ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഇൻ്റർവെൽ. ആ ഇൻ്റർവെലിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലും നമുക്ക് എന്ത് ചെയ്യും, ആ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി. അതായത് ദ വാല്യൂ ഓഫ് ദ ഇൻ്റർവെൽ ഈസ് അസ്യൂംഡ് ടു ബി ആവറേജ് ഓഫ് ദി ഡെറിവേറ്റീവ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഇൻ്റർവെൽ. ആ ഇൻ്റർവെലിൻ്റെ തുടക്കത്തിലുള്ള ഡെറിവേറ്റീവിൻ്റെ വാല്യൂം എൻഡിലുള്ള ഡെറിവേറ്റീവിൻ്റെ വാല്യൂം കൂടെ എടുത്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ ആണ് ഡെറിവേറ്റീവ് എന്ന രീതിയിൽ എടുക്കുന്നത് ഇൻ ദി രഞ്ജിക്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡ്. അപ്പോൾ അവിടെ ബിഗിനിങ്ങിൽ xn yn എന്നുള്ള സ്ഥലത്തുള്ള ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എടുക്കും. ദെൻ എൻഡിൽ xn+1 yn+1 എന്നുള്ള അത് എടുക്കും. എന്നിട്ട് അതിൻ്റെ രണ്ടിനും കൂടി ഒരു മീൻ എന്ന രീതിയിൽ നമുക്ക് എന്തെടുക്കുന്നുണ്ടാവും, അവിടുത്തെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ അതിൻ്റെ മീൻ എന്ന രീതിയിൽ അസ്യൂം ചെയ്യും. സോ ദിസ് ഈസ് കാൾഡ് സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ട മെത്തേഡ്. സെക്കൻഡ് ഓർഡർ എന്ന് പറയാൻ കാരണം ഇവിടെ 2 തവണ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്, 2 പൊസിഷനിൽ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട് 2 തവണ. അതുപോലെ തന്നെ ഫോർത്ത് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് ഓർഡർ മെത്തേഡിൽ വരുന്നുണ്ട്, ബിഗിനിങ്ങിൽ നമ്മൾ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കും, പിന്നെ അതിൻ്റെ മിഡ് പോയിന്റിൽ 2 തവണ ഡെറിവേറ്റീവ് എടുക്കും, പിന്നെ എൻഡിൽ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കും. അതാണ് ഫോർത്ത് ഓർഡർ. അത് നമുക്ക് സിലബസിൽ വരുന്നില്ല. ഫോർത്ത് ഓർഡർ ഒന്നുകൂടി ആക്യുറേറ്റ് ആണ് സെക്കൻഡ് ഓർഡറിനേക്കാളും.
സാധാരണ പ്രാക്ടിക്കലി ഉപയോഗിക്കാറുള്ളതെല്ലാം ഫോർത്ത് ഓർഡർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ സെക്കൻഡ് ഓർഡറിൻ്റെ മെത്തേഡ് എങ്ങനെ പോകുന്നത് എന്നുള്ളത് അതിൻ്റെ തിയറി വരുന്നത് ഗിവൺ ഇക്വേഷൻ ഈസ് dy/dx is equal to f of x y and y of x0 is equal to y0. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. Now to find the value of y at y1. അപ്പോൾ x0 y0 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. y1 എന്നുള്ള പൊസിഷനിലെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. y1 എന്ന് പറഞ്ഞാൽ എവിടുത്തെ വാല്യൂ ആണ്? ഇറ്റ് ഈസ് അറ്റ് x0 plus h. x0 plus h എന്നുള്ള ആ പൊസിഷനിൽ അത് നമ്മൾ x1 ആണ് വിളിക്കുന്നത്. അപ്പോൾ x1 is equal to x0 plus h എന്നുള്ള ആ പൊസിഷനിൽ ഉള്ള y വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. വി ആർ പ്രൊവൈഡഡ് വിത്ത് വാല്യൂ ഓഫ് y at x equal to x0. x0 ആവുന്ന സമയത്ത് y0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y when x is equal to x1. x1 എന്ന് പറയുമ്പോൾ x0 plus h. അപ്പോൾ h നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. Integral of from x0 to x1 dy by dx into dx with respect to dx. That is equal to integral from x0 to x1 f of x by dx. Now നമ്മുടെ സ്റ്റെപ്പ് സൈസ് h എന്നുള്ള വെരി സ്മോൾ ആണ്. സ്റ്റെപ്പ് സൈസ് എന്ന് പറയുമ്പോൾ x0യിൽ നിന്ന് x1ലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഇൻ്റർവൽ വളരെ സ്മാൾ ആയതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോകണം. ഇവിടെ ഇതിൻ്റെ RHSൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. വി ടേക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആസ് ദ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഇൻ്റർവൽ. ആ ഇൻ്റർവലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് x0 y0, ആ ഇൻ്റർവലിൻ്റെ എൻഡാണ് x1 y1. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിന് നമുക്ക് എന്തെടുക്കുകയാണ്? എഫ് ഓഫ് x0 y0 പ്ലസ് എഫ് ഓഫ് x1 y1 by 2. സോ ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് ദ 2 points, എൻഡ് പോയിന്റ്സ്. ആ ഇൻ്റർവലിന് 2 എൻഡ് പോയിന്റ്, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഉള്ള ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവിൻ്റെ ആവറേജ് വാല്യൂ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ എടുക്കുന്നത് dy/dx എന്ന് പറഞ്ഞാൽ y ആണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് വേണ്ട ഫംഗ്ഷൻ y ആണ്. dy/dx എന്നുള്ളതിൻ്റെ സ്ലോപ്പാണത്. സോ വി ആർ അപ്രോക്സിമേറ്റിംഗ് ദ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ ആസ് ദ ആവറേജ് ഓഫ് ദ സ്ലോപ്പ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഇൻ്റർവൽ. ആ ഇൻ്റർവലിൻ്റെ തുടക്കത്തിലും എൻഡിലുമുള്ള സ്ലോപ്പിൻ്റെ ആവറേജ് ആക്കിയിട്ട് നമ്മൾ സ്ലോപ്പിനെ അസ്യൂം ചെയ്യാണ്. ഈ ഓയിലേഴ്സ് മെത്തേഡ് ആണെങ്കിൽ ഇത് വരുന്നത് നമ്മൾ ഇവിടെ അപ്രോക്സിമേഷൻ വന്നിരുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x0 y0. അവിടെ നമ്മൾ എടുത്തിരുന്നത് എഫ് ഓഫ് എക്സ് വൈ ആ സ്ലോപ്പ് എന്നുള്ളത് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഇൻ്റർവൽ. ആ ഇൻ്റർവലിൻ്റെ തുടക്കത്തിലുള്ള സ്ലോപ്പ് ആയിട്ടാണ് എടുത്തിരുന്നത് ഓയിലേഴ്സ് മെത്തേഡിൽ. അപ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു സ്ഥലത്തുള്ള ഡെറിവേറ്റീവിൻ്റെ വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ സെക്കൻഡ് ഓർഡർ Runge-Kutta മെത്തേഡിൽ വി ആർ ടേക്കിംഗ് ദ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഇൻ്റർവൽ. സോ ഇപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ dy/dx into dx എന്ന് പറയുമ്പോൾ dy എന്ന് വരും. സോ ഇൻ്റഗ്രൽ dy it is y. സോ ഫ്രം x0 to x1 ഇൻ്റഗ്രൽ y is y of x1 minus y of x0. ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 to x1 1/2 into f of x0 y0 plus f of x1 y1 into dx. Now substitute here. ഇവിടെ എഫ് ഓഫ് x0 y0 ഇവിടെ തന്നിട്ടുണ്ട് പ്ലസ് എഫ് ഓഫ് x1 y1. x1 എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ y1 നമുക്കറിയില്ല. ഈ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ x0 അറിയണം. x0 is given, y0 is also given. x1 എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ഈ x0 പ്ലസ് h. ബട്ട് y1 എന്നുള്ളതാണ് ഇറ്റ് ഈസ് അൺനോൺ, കാരണം y1 വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ y1 ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് ദ ഓയിലേഴ്സ് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഓയിലേഴ്സ് മെത്തേഡ് അനുസരിച്ച് y1 is equal to y0 plus h into f of x0 y0 ആണ്. ഈ വാല്യൂ ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ. എഫ് ഓഫ് x1 y1 എന്നുള്ളത് ഈ y1 ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഇത് ഉപയോഗിക്കണം ഇതിന് ഇവിടെ വേണ്ടിയിട്ട്. അപ്പോൾ സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഈ ഇക്വേഷനിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഫ് ഓഫ് x1 y1 എന്നുള്ളതിൽ ഈ y1 അൺനോൺ ആണ്. അൺനോൺ y1 നമ്മൾ നോൺ ടേമിലേക്ക് മാറ്റി എഴുതാണ് ബൈ യൂസിങ് Euler's equation y0 plus h into f of x0 y0. So that equation becomes y of x1 minus y of x0 എന്നുള്ളത് y1 minus y0 എന്നാവും. So y1 is equal to y0 plus integral x0 to x1 1/2. So that is integral x0 to x1 1/2 into f of x0 y0. അതങ്ങനെ തന്നെ എഴുതി പ്ലസ് എഫ് ഓഫ് x1 എന്നുള്ളതിനെ x0 plus h എന്ന് എഴുതി പ്ലസ് y1 എന്നുള്ളതിനെ y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x0 y0 ബൈ യൂസിങ് ദ ഓയിലേഴ്സ് ഇക്വേഷൻ. ഇതിനുള്ളിൽ ദിസ് ക്വാണ്ടിറ്റി y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x0 y0 ഇൻറ്റു dx. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
That implies y1 is equal to y0 plus 1 by 2 into, now f of x0 y0 എന്നുള്ളത്, it is a constant, so f of x0 y0 can be taken out, so integral x1 x0 to x1 dx എന്നുള്ള h ആവും, so it becomes h into f of x0 y0 plus next term f of x0 plus h and y0 plus h into f of x0 y0 അതും constant ആണ്, so it becomes h into f of x0 plus h comma y0 plus h into f of x0 y0. So this is the equation, and this equation can be written in a more shorthand form by using y1 is equal to y0 plus 1 by 2 into k1 plus k2, where k1 is h into f of x0 y0 and k2 is h into f of x0 plus h, that is this term, plus y0 plus h into f of x0 y0 എന്നുള്ളത് അതാണ് k1 എന്നുള്ളത്, h into f of x0 y0. So this can be written as y0 plus k1. So this is the equation. ഈ റെഡ് ഇങ്കിൽ എഴുതിയ മൂന്നെണ്ണാണ് നമ്മുടെ Runge-Kutta സെക്കൻഡ് ഓർഡർ മെത്തേഡിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ടു ഫൈൻഡ് y1 ഫ്രം y0. x0 y0 തന്നാൽ y1 കാണാനുള്ള ഇക്വേഷനാണ് y1 is equal to y0 plus 1 by 2 into k1 plus k2, where k1 is h into f of x0 y0, that is h into f of x0 y0 എന്ന് പറയുമ്പോൾ it is the slope at the starting of the interval, and k2 is equal to h into here f of x0 plus h comma y0 plus k1. x0 plus h y0 plus k1 എന്ന് പറയുമ്പോൾ it is slope in the end of the interval. ആ ഇന്റർവെലിന്റെ എൻഡിലുള്ള സ്ലോപ്പാണ് ഈ f of x0 plus h into y0 plus k1 എന്നുള്ളത്. അപ്പോൾ അത് k1 എന്നുള്ളത് നമുക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് k1 എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യണം, k1ന്റെ വാല്യൂ എടുക്കുന്നത്. സോ ദ വാല്യൂ ഓഫ് y1 എന്നുള്ളത്, ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി y1 എടുക്കുന്നത് ബൈ ഓയിലേഴ്സ് മെത്തേഡാണ്, പക്ഷേ ഇത് രണ്ടും കൂടി കിട്ടുന്ന മീനാണ് നമ്മൾ ലാസ്റ്റ് y1 കാൽക്കുലേറ്റ് ചെയ്യാൻ ബൈ യൂസിങ് ദി Runge-Kutta സെക്കൻഡ് ഓർഡർ മെത്തേഡ്. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനാണ് ബൈ ഹാർട്ട് ചെയ്യാനുള്ളത്. സോ ദിസ് ഈസ് കാൾഡ് സെക്കൻഡ് ഓർഡർ Runge-Kutta ഫോർമുല. സിമിലർലി നമുക്ക് പറയാം y2 is equal to, അപ്പോൾ ഇവിടെ y1 കിട്ടി, അപ്പോൾ x1 y1 കയ്യിലുണ്ട്, ഇനി y2ലേക്ക് പോകണമെങ്കിൽ x1 y1 എന്ന് പാസ് ചെയ്യാം. സോ y2 is equal to y1 plus 1 by 2 into k1 plus k2 with k1 എന്നുള്ളത് h into f of x1 y1 and k2 is equal to h into f of x1 plus h into y1 x1 plus h comma y1 plus k1. അപ്പോൾ ഈ രീതിയിൽ proceeding we get the general formula for Runge-Kutta second order method as yn plus 1 is equal to yn plus 1 by 2 into k1 plus k2, where k1 is equal to h into f of x and yn. അപ്പോൾ yn plus 1 എന്ന് പറയുമ്പോൾ the value of y at the end of the interval is equal to value of y at the starting of the interval plus half into k1 plus k2. അതിൽ k1 എന്ന് പറയുമ്പോൾ h into f of x and yn, that is at the starting of the interval, and k2 is h into f of xn plus h comma yn plus k1. This is the general equation. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ Runge-Kutta സെക്കൻഡ് ഓർഡർ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ the global error in Runge-Kutta second order method is of the order of h square. നമ്മൾ പറഞ്ഞു അവിടെ ഓയിലേഴ്സ് മെത്തേഡിൻ്റെ കേസിൽ ഗ്ലോബൽ എറർ h ആണ്, Runge-Kutta മെത്തേഡിൽ ഗ്ലോബൽ എറർ ഇസ് h സ്ക്വയർ. സോ എറർ ഈസ് സ്മാൾ, എറർ എന്നുള്ള ഒന്നും കൂടി ചേർത്ത്, കാരണം h വളരെ സ്മാൾ ആണ്, സോ h സ്ക്വയർ എന്നുള്ള ഇറ്റ് വിൽ ബി സ്റ്റിൽ സ്മാളർ ദാൻ h. So second order Runge-Kutta method എന്നുള്ള it is more accurate than Euler's method. ഇതിനേക്കാളും ആക്യുറേറ്റ് ആണ് ഫോർത്ത് ഓർഡർ Runge-Kutta മെത്തേഡ്. അതിൻ്റെ കേസിൽ ഗ്ലോബൽ എറർ h⁴ എന്ന രീതിയിൽ വരുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ സിലബസ്. ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് y when x is equal to 0.1 given that dy by dx is x square plus y and y of 0 is equal to 1. Find the values using Runge-Kutta second order method, a step size of 0.05. അപ്പോൾ തന്നിട്ടുണ്ട് dy by dx f of xy, that is x square plus y. Here x0 എന്നുള്ളത് it is 0 and y0 is 1. h എന്നുള്ളത് it is 0.01. അപ്പോൾ x1 എന്നുള്ളത് it is x0 plus h, that is 0.01. x2 എന്നുള്ളത് x1 plus h, that is 0.1 എന്ന് വരും. അപ്പോൾ അത്രയും മതി നമുക്ക്, ബിക്കോസ് x ഈക്വൽ ടു 0.1 എന്നുള്ള പൊസിഷനിലാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ x1 x2 രണ്ട് സ്റ്റെപ്പാണ് വേണ്ടത്.
Now from the Euler's method from the Runge-Kutta method from the Runge-Kutta second order method, yn plus 1 is equal to yn plus 1 by 2 into k1 plus k2, with k1 is h into f of xn yn and k2 is h into f of xn plus h yn plus k1. So we general formula matram. So in the first interval, y1 is equal to y0 plus 1 by 2 into k1 plus k2. Then we will k1 k2 determine k1 is h into f of x0 y0, that is h into f of x0 എന്നുള്ളത് 0 ആണ്, y0 1 ആണ്. f of 0 1 that is equal to h 0.05 into f of x by x square plus y. So it is 0 square plus 1, that is 0.05 k1. k2 h into f of x0 plus h into y0 plus k1. So h into f of x0 plus h 0.05 എന്ന് വരും. y0 എന്നുള്ളത് 1 ആണ്, k1 0.05 ആണ് കിട്ടിയത്. k1 നമുക്ക് ഓൾറെഡി കിട്ടി ഇവിടെ, k1 എന്നുള്ളത് 0.05. So it becomes 1.05. So that is k2 is equal to h, that is 0.05 into x square, that is 0.05 square plus y, that is 1.05, that is 0.0526. So y1 is equal to y0 plus 1 by 2 into k1 plus k2, that is y0 is 1 plus 1 by 2 into k1 plus k2 0.0526. So it is 1.0513. So we have obtained the value of y1 at x1. Now y2 is equal to y1 plus 1 by 2 into k1 plus k2. ഇതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. k1 എന്ന് പറയുമ്പോൾ അപ്പോൾ h into f of x1 y1 വരാം. That is h into f of x1 0.05, y1 already നമുക്ക് കിട്ടി 1.010513. So that is equal to 0.05 into x square plus y, that is equal to 0.0527 എന്ന് വരും y1 k1. Now k2 is equal to h into f of x1 plus h. x1 plus h എന്ന് പറയുമ്പോൾ 0.05 plus 0.05 0.1. So h into f of 0.1 plus y1 plus k1. y1 എന്നുള്ളത് ഇവിടെ കിട്ടുന്നുണ്ട് 1.0513 ആണ്. ഇപ്പോൾ k1 എന്നുള്ളത് 0.0527. So it becomes 1.1040. That is equal to 0.05 into f of xy x square plus y ആണ്. So it becomes 0.1 square plus y എന്നുള്ളത് 1.1040. ഓർത്ത് വെക്കേണ്ടത് f of xy എന്ന് പറഞ്ഞാൽ ഇതാണ് f of xy എന്നുള്ള ഫംഗ്ഷൻ, അതിൽ x എന്താണ് y എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്. So it is 0.0557. Therefore y2 is equal to y1 plus 1 by 2 into k1 plus k2, that is equal to 1.0513 into 1 by 2 into k1 plus k2. ഇപ്പോഴത്തെ k1 plus k2, so it is 1.1055. So the values are 0.1 is given, then 0.05 corresponding y 1.0513, പിന്നെ 0.1 corresponding 1.1055. Similarly, another problem, determine the value of y when x is equal to 0.4, given that dy by dx is equal to x plus y and y of 0.2 is equal to 1. Find the values of y using Runge-Kutta second order method, a step size of 0.05. ഇവിടെ dy by dx is f of xy, it is x plus y. Here x0 എന്നുള്ളത് it is 0.2 because y of 0.2 ആണ് തന്നിട്ടുള്ളത് and y0 is 1. h 0.05, x1 x0 0.2 ആയതുകൊണ്ട് x1 0.25 ആവും, x2 0.3, x3 0.35 and x4 0.4. നമുക്ക് x4 വരെ മതി ബിക്കോസ് പ്രോബ്ലത്തിലുള്ളത് find the value when x is equal to 4.4. അപ്പോൾ ഇവിടെ 4 സ്റ്റെപ്പ് വേണം. ഫോർമുല എന്നുള്ളത് it is yn plus 1 is equal to yn plus 1 by 2 into k1 plus k2. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇൻ്റർവെല്ലിലേക്ക് പോകുന്നത് y1 is equal to y0 plus 1 by 2 into k1 plus k2. So k1 is h into f of x0 y0, that is h into f of 0.1, 0.2, 0.21. So 0.05 into x plus y, that is 0.2 plus 1, that is 0.06 k1 കിട്ടി. k2 h into f of x0 plus h y0 plus k1. h into f of x0 plus h എന്ന് പറയുമ്പോൾ it is 0.25 എന്ന് വരും, പ്ലസ് y0 plus k1 എന്ന് പറയുമ്പോൾ 1.06. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.0655.
So y1 is equal to y0, that is 1, plus 1 by 2 into k1 plus k2, that is 1.0628. Now y2 എന്നുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. y2 ഈ y1 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഞാനതിന് പറയുന്നില്ല. y2 അങ്ങനെ കിട്ടും. പിന്നെ പ്രൊസീഡിങ് ലൈക്ക് ദിസ് വി ഗെറ്റ് y3 ആൻഡ് y4. നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇപ്പോൾ ഈ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ രണ്ട് മെത്തേഡും, അതായത് നമ്മളിപ്പോൾ രണ്ട് മെത്തേഡ് പറഞ്ഞു, വൈലേസ് മെത്തേഡ് ആൻഡ് രഞ്ജിക്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡും വെച്ചിട്ടും ഈ ഒരു പ്രോബ്ലം dy/dx is equal to y minus sin x plus cos x എന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാണ് വിത്ത് y of 0 equal to 1. അപ്പോൾ ഇത് എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. എക്സാക്ട് സൊല്യൂഷൻ വരുന്നുണ്ടാവുക e raised to x plus sin x എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വൈലേസ് മെത്തേഡും RK2 അതായത് രഞ്ജിക്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡും വെച്ചിട്ടുള്ള സൊല്യൂഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രൂ സൊല്യൂഷൻ അതായത് ആക്ച്വൽ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. കാണാം, ഒന്നാമത്തെ എൻട്രി തന്ന വാല്യാണ് 0, 1 എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് x ഈക്വൽ ടു 0.25 ആകുമ്പോൾ ആക്ച്വൽ വാല്യൂ 1.5314 ആണ്. RK2 മെത്തേഡ് 1.5277, വൈലേസ് മെത്തേഡ് 1.5 ആണ്. അപ്പോൾ ഇവിടെ കാണാം എല്ലാ എൻട്രിയിലും ഈ ആക്ച്വൽ വാല്യൂന് വളരെ അടുത്ത് വരുന്നത് RK2 മെത്തേഡാണ്. സെക്കൻഡ് ഓർഡർ മെത്തേഡ്, രഞ്ജിക്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡ്. വൈലേസ് മെത്തേഡ് എന്നുള്ളത് ഒന്നുകൂടി അകലാണ്, അല്ലെങ്കിൽ എറർ കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി മാത്രം കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രഞ്ജിക്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡിൻ്റെ പ്രോഗ്രാമാണ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. അപ്പോൾ അത് എന്തിനാണ് വന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നമ്മൾ മാത്ത് മൊഡ്യൂളിൽ നിന്ന്, ഈ പൈത്തൻ്റെ മാത്ത് മൊഡ്യൂളിൽ നിന്ന് ചില ഫങ്ഷൻസ് എല്ലാം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന പ്രോബ്ലം എക്സാമ്പിൾ ഇറ്റ് ഈസ് ദിസ് എക്സാമ്പിൾ, that is dy/dx is equal to y minus sin x plus cos x. അപ്പോൾ sin x എന്നുള്ളതും cos x എന്നുള്ളതൊക്കെ മാത്ത് മൊഡ്യൂളാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനാണ് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചത്, ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ മാത്ത് മൊഡ്യൂളിലുള്ള എല്ലാ ഫംഗ്ഷനും ഇപ്പോൾ നമുക്ക് ലോക്കൽ ഫംഗ്ഷനാക്കി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ sin x എന്നോ cos x എന്നോ tan x എന്നോ log x എന്നോ sec x എന്നോ ഫാക്ടോറിയൽ എക്സോ അതെല്ലാം ഉപയോഗിക്കാം. ബിക്കോസ് all these functions are available in math module. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ dy/dx ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഞാനിതിന് ഡിഫൈൻ ചെയ്തത് ഡിഫ് f of xy, ബിക്കോസ് dy/dx എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണിത്. ഇപ്പോൾ ഇവിടെ തന്നതനുസരിച്ച് y is minus sin x plus cos x എന്നുള്ളത്. സോ dy/dx is equal to y minus sin x plus cos x. അപ്പോൾ ഡിഫ് f xy return y minus sin x plus cos x. So y minus sin x plus cos x. Beware of int എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദിസ് വൺ പൈത്തൺ 3 ആണ്. പൈത്തൺ 3 പ്രോബ്ലം ഒന്നും വരില്ല. പൈത്തൺ 2 അത് പ്രശ്നം വരും. നമ്മൾ ലാബിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം വരാം. പൈത്തൺ 2 കേസിൽ ഇവിടെ പൈത്തൺ 3 ആയതുകൊണ്ട് ദർ ഈസ് നോ പ്രോബ്ലം ഇന്റ് എന്നുള്ളത്. x0 നൗ നമ്മുടെ പ്രോബ്ലത്തിൽ തന്ന പാരാമീറ്റേഴ്സ് നോക്കണം. ഇവിടെ കാണാം y of 0 is equal to 1. അപ്പോൾ x0 0 ആണ്, y0 1 ആണ്. അടുത്തതായിട്ട് ഞാൻ പ്രോഗ്രാമിൽ അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. x0 equal to 0, y0 equal to 1. ദാറ്റ് ഈസ് ഇനീഷ്യൽ x ആൻഡ് ഇനീഷ്യൽ y. ഇനി ഏതുവരെ പോകണമെന്നുള്ളതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y at x equal to 1. x 1 വരെ പോകണം. അപ്പോൾ xn എന്ന് പറയുന്ന ലാസ്റ്റ് x വാല്യൂ ആണ് 1. y ആൻഡ് സ്റ്റെപ്പ് സൈസ് എന്നുള്ളത് 0.25. അപ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്തു. xn is equal to 1 and h is equal to 0.25. that is final x and step size. ഇനി ഞാൻ പ്രോഗ്രാമിലേക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ xy എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് ആയിട്ട് x0 y0 കൊടുത്തു. ഒന്നിന് x എന്നുള്ളതിന് x0, y എന്നുള്ളതിന് y0. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസ് ആയിട്ട് ഈ x0 y0 അതിൽ സ്റ്റോർ ചെയ്ത് വന്നു. ഇപ്പോൾ എക്സിലുള്ളത് x0 ആണ്, വൈയിലുള്ളത് y0 ആണ്. എന്നിട്ട് ഞാനിവിടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണ്. പ്രിൻറ്റ് %2s. %2 എന്ന് പറയുമ്പോൾ രണ്ട് വിഡ്ത്തിലെ ഈ എസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ സ്ട്രിങ് അതെന്ന് വെച്ചാൽ എക്സ് എന്നുള്ളതാണ് ആ സ്ട്രിങ് എക്സ്. സോ %2s ദെൻ സ്പേസ് %4s.
എക്സ് വൈ. അപ്പോൾ എക്സ് വൈ എങ്ങനെ പ്രിന്റ് ചെയ്യും? എക്സ് വൈ എന്നുള്ളത് അതുപോലെ പ്രിന്റ് ചെയ്യും, ഇത്രയും സ്പേസ് ഇടയ്ക്ക് വരുന്ന രീതിയിൽ. ദെൻ പ്രിന്റ് %3f. എഫ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് ആണ്. ദെൻ 2 സ്പേസ് ഇട്ടിട്ട് %4f. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ എക്സ് വൈ എന്നുള്ള, ഇപ്പോൾ ഇവിടെ കാണാം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് വൈ ആണ്. എക്സ് എന്നുള്ളതും വൈ എന്നുള്ളതും ഇപ്പോൾ വേരിയബിൾ ആണ്. അവിടെ നമ്മൾ സ്ട്രിങ് ആയിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. അതെങ്ങനെ പ്രിന്റ് ചെയ്യുമെന്ന് വെച്ചാൽ %3 എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസിലാണ് എക്സ് വരിക. %4 എന്ന് പറയുമ്പോൾ 4 ഡെസിമൽ പ്ലേസിലാണ് വൈ പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ഒരു ഫോമാറ്റഡ് പ്രിന്റിംഗ് ആയിട്ട് അവിടെ വരുന്നുണ്ടാവും പ്രിന്റ്. ദെൻ അപ്പോൾ എക്സ് വൈ, അപ്പോൾ ഇവിടെ ഇതോടുകൂടി ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യുന്നുണ്ടാവും? ഒന്നാമത്തെ ലൈനിൽ എക്സ് വൈ എന്ന് പ്രിന്റ് ചെയ്യും. അടുത്ത ലൈനിൽ എക്സിൻ്റെയും വൈയുടെയും ഇപ്പോഴത്തെ വാല്യൂ എന്നാൽ x0യും y0യും പ്രിന്റ് ചെയ്ത് വരും. x0 ആൻഡ് y0. ദെൻ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണം. വൈൽ എക്സ് ഈസ് ലെസ് ദാൻ xn. xn എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വാല്യൂ ആണ്. വൈൽ എക്സ് ഈസ് ലെസ് ദാൻ xn. ഈ എക്സിൻ്റെ വാല്യൂ xnനേക്കാളും ചെറുതാണെങ്കിൽ, അതാണ് അതിൻ്റെ മീനിങ്. വൈൽ എക്സ് ഈസ് ലെസ് ദാൻ xn ആണെങ്കിൽ നമ്മൾ ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ലൂപ്പിലേക്ക് എപ്പോൾ മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ? ഓൺലി ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുള്ളത്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ xnനേക്കാളും ചെറുതാണോ? ഏതായാലും കൂടെ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ള എക്സിൻ്റെ വാല്യൂ 0 ആണ്, xn 1 ആണ്. അപ്പോൾ അത് എന്തായാലും ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. നമ്മൾ ഇവിടെ K1 ഡിറ്റർമിൻ ചെയ്യാണ്. K1 ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് x0 y0 എന്നാണ് നമ്മൾ വന്നിരുന്നത്. ഇവിടെ x0 y0 ഇപ്പോൾ xy ആണ്. സോ h ഇൻറ്റു എഫ് ഓഫ് xy. K2 is equal to h into f of x0 plus h, y0 plus K1 എന്നായിരുന്നു. അപ്പോൾ ഇവിടെ x0 എന്നുള്ളത് x ആണ് ഇപ്പോൾ ഉള്ളത്. സോ x plus h, y plus K1. അപ്പോൾ K1 ഉം K2 ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. Now the new value of y, that is y1 നമ്മൾ പറഞ്ഞിരുന്നു. y1 is equal to y0 plus 1/2 into K1 plus K2 എന്നായിരുന്നു. അപ്പോൾ അതിന് y1 എന്നും നമ്മൾ ഇവിടെ പറയില്ല, y എന്ന് തന്നെ വിളിക്കുന്നത്. y is equal to y എന്ന് വെച്ചാൽ the new value of y is equal to old value of y plus 1/2 എന്നുള്ളത് 0.5 into K1 plus K2. അപ്പോൾ ഇപ്പോൾ എന്തായി? ഇപ്പോൾ y എന്നുള്ളതിൽ പുതിയ y വാല്യൂ എന്നുള്ളത്, പഴയ y വാല്യൂ ഇപ്പോൾ ഇവിടെ ഇല്ല. y എന്നുള്ളത് ഇറ്റ് ഹാസ് ബിക്കം ന്യൂ y വാല്യൂ, അതായത് y1 ആയി മാറി. നമ്മൾ എക്സിനെയും ഇൻക്രിമെൻ്റ് ചെയ്യിക്കുകയാണ്. x is equal to x plus h. അപ്പോൾ എക്സിലും ഇപ്പോൾ എന്താ ഉള്ളത്? പുതിയ വാല്യൂ ഉള്ളത്. അപ്പോൾ എക്സും ഇപ്പോൾ പുതിയ എക്സ് ആണ്, വൈ ഇപ്പോൾ പുതിയ വൈ ആണ്. സോ പ്രിന്റ് ദാറ്റ് വാല്യൂ, ദാറ്റ് ഈസ് %3f ആൻഡ് %4f. ഈ പ്രിന്റ് പോലെ തന്നെ ഇവിടെയും ഒരു പ്രിന്റ് എക്സ് വൈ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ പ്രിന്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നുണ്ടാവാം പുതിയ വാല്യൂ പ്രിന്റ് ചെയ്യാം. അഗെയിൻ ഇത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളത് 0.25 ആണ്. സോ ദിസ് 0.25 ഈസ് ലെസ് ദാൻ 1. 1നേക്കാളും ചെറുതാണ്. അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും? K1 ഡിറ്റർമിൻ ചെയ്യും. K1 ഇസിക്കൽ h ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഇപ്പോഴത്തെ എക്സും വൈയും ഇപ്പോൾ പുതിയ വാല്യൂ ആണ് നമ്മൾ ഇനീഷ്യലാക്കി എടുക്കുന്നത്. അപ്പോൾ അത് പുതുതായിട്ടുള്ള K1 ഡിറ്റർമിൻ ചെയ്യും. K2 ഇസിക്കൽ h ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് h, ദെൻ വൈ പ്ലസ് K1 അത് വെച്ചിട്ട് K2 ഡിറ്റർമിൻ ചെയ്യും. ദെൻ വൈ ഇസിക്കൽ ടു അതങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് എക്സ് 0.5 ആവും. വീണ്ടും അത് പ്രിന്റ് ചെയ്യും, ഇവിടേക്ക് പാസ് ചെയ്യും. അപ്പോൾ 0.5 ഈസ് ലെസ് ദാൻ 1. സോ ഇറ്റ് വിൽ പാസ് അഗെയിൻ ടു ദ ലൂപ്പ്. അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എക്സ് 0.75 ആയിട്ടുണ്ടാവും. ദെൻ വീണ്ടും ഇവിടേക്ക് വരും. 0.75 ഈസ് ലെസ് ദാൻ 1. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് വീണ്ടും ഇവിടേക്ക് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യും. നൗ എക്സ് ഹാസ് ബിക്കം 1. അതും കൂടെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഇവിടേക്ക് വരും. നൗ എക്സ് 1 ആണ്. 1 ഈസ് ലെസ് ദാൻ 1 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 1 ഈക്വൽ ആണ്. സോ ഇറ്റ് വിൽ എക്സിറ്റ് ദ ലൂപ്പ്. അത്രയേ ഉള്ളൂ. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവാം. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ആണ് വരിക. എക്സ് വൈ എന്ന് വരും ഒന്നാമത്തെ ലൈനിൽ. അതാണ് ഈ പ്രിന്റ് എക്സ് വൈ എന്നുള്ള ഒന്നാമത്തെ ഈ ഒരു പ്രിൻ്റാണ് അത്. ദെൻ സെക്കൻഡ് പ്രിന്റിൽ x0 y0 നമ്മുടെ ഇനീഷ്യൽ വാല്യൂസ് അതങ്ങനെ തന്നെ വരും. ഇനി അടുത്ത 4 എണ്ണം നമ്മുടെ ഈ ലൂപ്പിൽ നിന്നുള്ള ഈ പ്രിന്റ് 4 തവണ ഇറ്ററേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രിന്റ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക. ഇപ്പോൾ റൺ മൊഡ്യൂൾ ഇവിടെ ഒരു പി എന്നുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വന്നിട്ടുണ്ട്. അത് അപ്പോൾ ഓക്കെ, നമുക്കിത് റൺ ചെയ്യുന്ന സമയത്ത് റൺ മൊഡ്യൂൾ
run module, you can see the result as this is the result. X, Y, 0, 1, then 0.25, 1.52, 77, etc. ഇനി ഇവിടെ ഈ റിസൾട്ടിൽ നമുക്ക് ആ ഒരു ഫോമാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് ഫോമാറ്റ് ചെയ്ത പ്രിന്റ് ചെയ്തത്. അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പ്രിന്റ് XY എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. രണ്ടാമത്തതിൽ ഫോമാറ്റിംഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് എന്തെന്ന് നോക്കാം. ഈ കാണാം, ഇത് റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഈ റിസൾട്ടും ഒന്നാമത്തെ റിസൾട്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെയും വാല്യൂസ് എല്ലാം സെയിം തന്നെയാണ്. 0, 0.25, 0.5, 0.75, 1. അതിന് കറസ്പോണ്ടിങ് Y വാല്യൂസ് ഏകദേശം 15ഓളം ഡെസിമൽ പ്ലേസിലാണ് അത് എഴുതിയിട്ടുള്ളത്. അത് തന്നെ പലതും പല സ്പേസിങ്ങിലാണ് വന്നിട്ടുള്ളത്. 0.25, 1 തമ്മിൽ ഒരു സ്പേസ് ആണുള്ളത്. എല്ലായിടത്തും അതേ സ്പേസ് തന്നെയുള്ളത്. പക്ഷേ 0.25 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 0.5 1 ഉള്ളൂ, 1 1 ഉള്ളൂ, 0.75 2 ഉണ്ട്. അപ്പോൾ ഇതൊരു അലൈൻമെന്റ് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് റീഡബിലിറ്റി കുറയും. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫോമാറ്റഡ് പ്രിന്റിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.